ഹായ് ഫ്രണ്ട്സ്, കൊണ്ടേത്തമ്പലത്തെ ഉത്സവം തുടങ്ങിയെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ്. എനിക്കിതുവരെ ഇടാൻ സാധിച്ചില്ല. അപ്പം അജേഷും സുധീഷും അനീഷും എല്ലാവരും കൂടെ ചേർന്ന് മാമനും എല്ലാം കൂടാണ് നമ്മുടെ ഇന്നത്തെ സായാഹ്ന ഭക്ഷണം റെഡിയാക്കിയേക്കുന്നത്. ഇഡലി, സാമ്പാറും ചട്നിയും വെള്ളം എല്ലാം ഉണ്ട്, വടയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരത് നടത്തുന്നത്, വരണേന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ വന്നതിന് ശേഷം ഞങ്ങളും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലോട്ട്. അപ്പം കാശി ഏട്ടനും കൂടെ ചേർന്ന് ഗ്ലാസ്സൊക്കെ നിരത്തി വെക്കുവാണ്. നമ്മുടെ ആലിൻ്റെ ചുവട്ടിലാണ് വെള്ളം കൊടുക്കുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങത്തുള്ളൂ. ഇത് രണ്ട് നിരയായിട്ട് അങ്ങ് നിൽക്കും. ആദ്യം വന്നപ്പോഴത്തേക്ക് ആളൊക്കെ കുറവായിരുന്നു. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, നമ്മൾ 800 പേർക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾ പൊതുവെ കുറവാണല്ലോ, എന്തോ ചെയ്യും, അധികം വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഫുഡ് കൊടുക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ആൾ വന്നോളൂ എന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത്രയൊക്കെ ആളെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും അങ്ങ് ആളായിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഈ കുട്ടിപ്പട്ടാളങ്ങളെയും പിടിച്ചോടെ ആൾത്തറയിൽ നിന്നതേ ഉള്ളൂ, ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. ലക്കിയാണെങ്കിൽ ഭയങ്കര ഓട്ടമാണ്, ശ്രീമോനാണെങ്കിൽ അടങ്ങി നിൽക്കുകയും ചെയ്യും. ശ്രീമോൻ ഇതെല്ലാം കഴിഞ്ഞ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ കാശിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലക്കിക്ക് പിന്നെ ഭയങ്കര സ്നേഹവും ഭയങ്കര ചാട്ടവുമാണ്. ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആൾക്കാരെല്ലാം നിന്ന് കഴിഞ്ഞു, ഫുഡും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് പോരുന്നുണ്ട്. അനീഷും സുധീഷും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴായിരിക്കും ഇവർ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എനിക്ക് ഇച്ചിരി തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതിന് മുമ്പും എടുത്ത വീഡിയോസ് എൻ്റെ കയ്യിൽ സ്റ്റോക്കായി കിടന്നതുകൊണ്ട് അതിടാതെ എനിക്ക് ഇതിടാനും പറ്റിയില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം എടുക്കുമ്പോഴേ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ കാണുമ്പോഴേ അവർക്ക് ഇതെല്ലാം മനസ്സിലാവത്തുള്ളൂ. നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചാലും എത്രയും കാണിക്കാൻ പറ്റും. അന്ന് പിന്നെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതായത് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വന്നു. എനിക്ക് ഇഡലി വേണ്ട. അപ്പോഴത്തെ ആൾ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ഫുഡ് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്നും കരുതി ഞാനാണെങ്കിൽ ഇഡലി വാങ്ങിച്ചേ. അപ്പം 600 പേരുടെ ഇഡലിയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അപ്പം തലേന്നത്തെ തിരക്ക് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ 200 പേർക്കും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 200 പേർക്കുള്ളത് ഇടിയപ്പം കിഴങ്ങറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു, ഇടിയപ്പം ഉണ്ട്, വന്ന് ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇഡലിയൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞ് ഇടിയപ്പം കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് വന്ന് ഇടിയപ്പം വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഏട്ടൻ പറയുന്നത്. ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് നമ്മുടെ താലപ്പൊലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ശ്രീമോനല്ല ലക്കിയും കാശിയും കൂടെ ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട്